ഈ ഒരു ആയുസ് നമുക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് നൽകി. അതിനനുസരിച്ച് യേശുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ കഴിയുന്ന ദൈവവചനം മാത്രമേ സ്വർഗം അംഗീകരിക്കുകയുള്ളൂ, സ്വർഗം സ്വീകരിക്കുകയുള്ളൂ. യേശുവിനെ അറിയാൻ എങ്ങനെ അറിയണമെന്ന് ചോദിച്ചാൽ, യേശു ഈ ലോകത്തിന്റെ രക്ഷകനാണെന്നും യേശു എന്റെ രക്ഷകനാണെന്നും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ പാപത്തിൽ നിന്നും എന്റെ ജീവിതത്തിലെ സകല ശാപത്തിൽ നിന്നും എന്റെ എല്ലാവിധ പോരാട്ടങ്ങളിൽ രോഗത്തിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ പ്രാപ്തനായ രക്ഷകനാണെന്ന് മനസ്സിലാക്കണം. യേശുവിനെ ഉള്ളതുപോലെ അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് മറ്റു മധ്യസ്ഥന്മാരിലേക്ക് ക്രൈസ്തവ ലോകം തിരിഞ്ഞു പോകുന്നത്. യേശുവിനെ ഉള്ളതുപോലെ അറിയാൻ കഴിയുന്ന ഏതൊരു ഭക്തനും യഥാർത്ഥമായി രക്ഷകനായ യേശുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, യേശുവിനെ മാത്രമേ സേവിക്കുകയുള്ളൂ, യേശുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഹല്ലേലൂയ. യേശുവിന് നിന്നെ രക്ഷിപ്പാൻ കഴിയുകയില്ലേ? യേശുവിന് നിന്നെ സംരക്ഷിപ്പാൻ കഴിയുകയില്ലേ? യേശുവിന് നിന്റെ രോഗത്തിൽ നിന്നെ സൗഖ്യമാക്കാൻ കഴിയുകയില്ലേ? യേശുവിന് നിന്റെ ശാപത്തിൽ നിന്നെ വിടുവിപ്പാൻ കഴിയുകയില്ലേ? യേശുവിന് നിന്റെ ജീവിതത്തിലെ വിവിധങ്ങളാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുവാൻ കഴിയുകയില്ലേ? യേശുവിന് അസാധ്യമായ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിലില്ല, ഈ ഭൂമിയിലില്ല. മനുഷ്യവർഗമേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ യേശുവിന് അസാധ്യമായ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല, ഇല്ലവേ ഇല്ല. മനസ്സിലാക്കുക. യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുക. ഹല്ലേലൂയ. യേശു മാനവരാശിയുടെ രക്ഷകനാണ്. യേശു മനുഷ്യവർഗത്തിന്റെ രക്ഷകനാ, ഈ ലോകത്തിന്റെ രക്ഷകനാ. അതുകൊണ്ട് യേശു പറയുകയാണ്, യേശുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. യേശുവിനെ അറിയാമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, പിശാചിനും അറിയാം യേശുവിനെ. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ, പിശാചിന് യേശുവിനെ അറിയാം, ദൈവത്തെ അറിയാം, പക്ഷേ അവൻ പ്രവർത്തിക്കൂടെ ചെയ്യുന്നുണ്ട്. യേശുവിനെ അറിയാൻ പിശാച് പറയും. യേശുവിന്റെ പേരോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരോ പറയുമ്പോൾ പിശാച് പറയും. എന്നാ യേശുവിനെ അറിയാവുന്ന, യേശുവിനെ അറിയും എന്ന് പറയുന്ന നിനക്ക് പറയില്ല. യേശുവിനെ അറിയുമെന്ന് പറയുന്ന നിനക്ക് യേശുവിനെ വേണ്ടതുപോലെ അറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ യേശുവിനെ അറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവർ യേശുവിനെ അറിയുക മാത്രമല്ല, യേശുവിനെ ആരാധിക്കുകയും ചെയ്യുന്നു. യേശുവിൽ നിന്നുള്ള രക്ഷ, യേശുവിൽ നിന്നുള്ള വിടുതൽ, യേശുവിൽ നിന്നുള്ള സന്തോഷം, യേശുവിൽ നിന്നുള്ള എല്ലാ അനുഭവങ്ങളും അവർ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, യേശുവിനെ അറിയുക. യേശു ആരാണ്? ഹല്ലേലൂയ, നിത്യജീവനെ ദാനമായി നൽകിയവനാണ്. മാത്രമല്ല, അടുത്ത ഭാഗം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പറയുകയാണ്, പിതാവേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. യേശു എങ്ങനെയാ ഭൂമിയിൽ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്? പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതം കൊണ്ട് താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് കാട്ടിക്കൊടുത്തു. യേശു ജീവിച്ചിരുന്ന കാലഘട്ടം മൊത്തത്തിൽ നോക്കിയാൽ യേശു താനായി തന്നെ ഒരു പാപം ചെയ്തില്ല, ഒരു അസന്മാർഗിക ജീവിതം നയിച്ചില്ല, ഒരു പാപിയായി ജീവിച്ചില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിന് ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട മാതൃകാപരമായ ശ്രേഷ്ഠമായ ഒരു ജീവിതമായി യേശുവിനെ നോക്കിയാൽ കാണാൻ കഴിയും. യേശുവിന്റെ ജീവിതത്തിൽ അതിക്രമങ്ങളോ പാപമോ അശുദ്ധിയോ ഹല്ലേലൂയ മ്ലേച്ഛതകളോ
ഒന്നും തന്നെ സ്പർശിച്ചിട്ടേ ഇല്ല. തന്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള അശുദ്ധിയില്ലായിരുന്നു. അങ്ങനെയുള്ള ആ യേശുവിനെ സംബന്ധിച്ച് പറയുക, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നമ്മൾ പാപം ചെയ്യാതെ വിശുദ്ധനായി ജീവിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുക മാത്രമല്ല, പുത്രനായ യേശു ക്രിസ്തുവിന് നമ്മളൊരു അലങ്കാരമായി. അതുകൊണ്ട് പുത്രനായ യേശു ക്രിസ്തുവിന് നല്ല അലങ്കാരമായി തീരത്തക്കവണ്ണം നീതിപ്രവർത്തികൾ ചെയ്ത് വിശുദ്ധിയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.